ഈ ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ട്. ഒരു ബദൽ സംഗമം ഈ ഹൈന്ദവ സംഘടനകൾ പന്തളത്ത് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഈ 9 വർഷത്തിനിടയ്ക്ക് ഇപ്പോഴാണ് അങ്ങനെ ഒരു പരിപാടിയായിട്ട് അവരും രംഗത്ത് വരുന്നത്. സർക്കാരിൻ്റെ ഒരു പരിപാടി 20-ാം തീയതി നടക്കാൻ പോകുന്നു. ഇപ്പം എന്തായാലും ഈ കഴിഞ്ഞ 5-8 വർഷക്കാലം അയ്യപ്പനെ ഓർക്കാതിരുന്നവർ ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു സംഗമം നടത്താൻ തീരുമാനിച്ചത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെയൊരു സംഗമം പന്തളത്ത് നടത്താൻ ഇടയാക്കിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു അയ്യപ്പ സംഗമം പമ്പയിൽ നടത്താൻ തീരുമാനിച്ചതിന് ബദലായിട്ടാണ്. എന്തിനാ ഇത്ര അസഹിഷ്ണുത കൊള്ളുന്നത്? അന്ന് 2018-ൽ സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടത് ശബരിമല ക്ഷേത്രത്തിന് അനുഗുണമായ തീരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും എടുക്കണമെന്നാണ്. ഇപ്പോൾ ഗവൺമെൻറ് അതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചു. അതിനെ ഒരു തർക്കമാക്കി മാറ്റേണ്ട ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടെ സഹകരിച്ച് ശബരിമലയ്ക്ക് ഗുണകരമായ രൂപത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി യോജിച്ച് നിന്ന് ആ സംഗമം വിജയിപ്പിക്കലാണ് ഏറ്റവും പ്രധാനം എന്നുള്ളതാണ്.